നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒക്കെ മറന്ന് മറ്റൊരാളുടെ മുന്നിൽ കഴുത്ത് നീട്ടി കൊടുക്കുന്ന കാലയെല്ലാം നമ്മളിൽ നിന്ന് മായ്ച്ചു കളയും മോളെ. പൊന്നമത്ത് ട്രേഡേഴ്സിന്റെ ചെയർമാൻ ആകുമ്പോ മറ്റൊരു വലിയ കമ്പനിയിലെ കോടീശ്വരൻ അന്വേഷിച്ചു വരും നിന്നെ. അന്ന് നമുക്ക് കല്യാണം നടത്താം. നമുക്ക് നിന്റെ അച്ഛൻ്റെ അടുത്ത് പോവാം. ആകെ തകർന്നു നിൽക്കുക നിന്റെ അച്ഛൻ. പെട്ടെന്ന് വല്ല അറ്റാക്കും വരുമെന്ന എന്റെ പേടി. ആകെയുള്ള മോള്. എനിക്ക് കർമ്മങ്ങൾ ചെയ്യാൻ അവളേ ഉള്ളൂ. അത് കഴിഞ്ഞവൾ ആരുടെ കൂടെ വേണമെങ്കിലും പൊക്കോട്ടെ എന്നാ ഇപ്പൊ പറയുന്നത്. ഇല്ലമ്മേ, ഞാൻ വരുന്നില്ല. അമ്മ പോയിക്കോ. നിഖിലിനെ വിട്ട് ഞാൻ എങ്ങോട്ടും വരുന്നില്ല. നീ ഇനി ഒന്നും പറയണ്ട. വല്ലവനിൽ നിന്നും ഗർഭിണിയായിട്ട് പിന്നെ ന്യായം പറയാ. ഇന്ന് മുതലാടി ദർശനം നിനക്ക് പ്രിയപ്പെട്ടവളായത്. കഴിഞ്ഞതൊക്കെ നീ മറന്നോ? അതമ്മേ, ഞാൻ മരിക്കാൻ പോയപ്പോ അവള് വന്ന് രക്ഷിച്ചു. രക്ഷിച്ചത് എന്തിനാ? ഇടി നിന്നെ അവൾക്ക് കൂടെ നിർത്തണം, നിന്റെ അച്ഛനെ തോൽപ്പിക്കാൻ. ഇതുവരെ പവിയേട്ടന്റെ കുടുംബത്തിൽ നിന്ന് ആരെയും കൈവശം കൊടുത്ത് മയക്കാൻ അവൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി നീ വഴി അത് നോക്കാനാ. അവളുടെ ഒരു ഗുണവധികാരവും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഇനി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ആ വൃത്തികെട്ടവന്റെ കൊച്ചിനെ നീ ചുമക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്നല്ല 10 കെട്ടിക്കാനുള്ള ആസ്തിയുണ്ട് നിന്റെ അച്ഛനെന്ന് അറിയാലോ. സമയാവട്ടെ. നിനക്കത്ര പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. നല്ലൊരു ബിസിനസ്സുകാരനെ കണ്ടുപിടിച്ച് കെട്ടിക്കാനേ നിന്റെ അച്ഛൻ വിചാരിച്ച നടക്കും. ആ വൃത്തികെട്ട നിഖിലിന്റെ ഒപ്പം കൂടെ പോയി പട്ടിണി കിടക്കാനൊന്നും അല്ല നിന്നെ ഇത്രയും കാലം പൊന്നെ പോറ്റിയെന്നും പറഞ്ഞ് വളർത്തി.